അടുത്ത വീട്ടിൽ നിന്ന് ചാണകം എടുക്കാൻ പോയതാ. ചാണകം, പച്ച ചാണകം, ഉണക്ക ചാണകപ്പൊടി ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, അത് കൊണ്ടുവരുന്നുണ്ട്. ചാക്കിന് 200 രൂപയാണ്. ലാഭമാണോ നഷ്ടമാണോ? അപ്പോൾ ഒരു വിചാരം ഇപ്പോൾ പച്ചച്ചാണകം ചേന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേന നടാനാണ്. പിന്നെ അതുകൂടാതെ ചെടികളുടെ ചോട്ടിൽ കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ ഒരു ഡ്രം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് കൊണ്ടുവന്ന് ചാണാനൊക്കെ ഇടുക. അത് കൈയോടെ അങ്ങ് ചെയ്താൽ കുഴപ്പമില്ല. പിന്നത്തേക്ക് വെച്ച് മാറ്റി വെച്ചാൽ അങ്ങോട്ട് സ്ലോ ആയി പോകും. അപ്പോൾ വെള്ളം നിറച്ചേ. അപ്പോൾ ചാണകം കലക്കി കോവലിനും അങ്ങനെയുള്ള തൈകൾ വളർന്ന് വള്ളിയുള്ള ചെടികൾക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ല ഫലം തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകണം. ഓക്കെ. ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി തന്നതാണ്. ഞാൻ ഇവിടെ കിച്ചൺ ഗാർഡനൊക്കെ ചെയ്യുന്നു പറഞ്ഞ് ഒരു ആൻറ്റി തന്നതാണ് ചേന. അവിടെ ഇരുന്ന് മുളച്ചു തുടങ്ങി. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ചേന ചാണകത്തിൽ മുക്കി കുറച്ച് ദിവസം വെക്കണ്ടേ, അതിനുള്ള പരിപാടിയാണ്. അടുത്ത വീട്ടിൽ ചാണകം കൊണ്ട് കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 4 കഷ്ണമായിട്ട് മുറിക്കാം. 3 ആക്കിയിട്ടാട്ടോ മുറിക്കുന്നത്. 3 ആക്കിയത് കാരണം വലിപ്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചേന ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വലിയ ചേന ഉണ്ടാവട്ടെ കേട്ടോ. ഗ്രോ ബാഗിലാണ് വെക്കുന്നത് ഓർത്തോണേ. എന്തായാലും വേണ്ടില്ല, പരീക്ഷണങ്ങളൊക്കെ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ 3 മുറിച്ചു. തരക്കേടില്ല, വലിപ്പമുണ്ട്. അപ്പോൾ വലിയ ചേന കിട്ടുന്നു. വലിയ ഗ്രോ ബാഗ് മേടിക്കേണ്ടി വരുന്നു. എൻ്റെ ഉള്ള ചെറിയ ഗ്രോ ബാഗാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായി കലക്കി ചാണക വെള്ളത്തോട് മുക്കാൻ പോകാം കേട്ടോ. ചാണക വെള്ളത്തിൽ മുക്കി ചാണകത്തിൽ തന്നെ വയ്ക്കുന്നു. നല്ല മണമുണ്ട് കേട്ടോ. കാരണം കർഷകർ നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു. നമ്മൾ കഴിക്കുന്നതല്ല, നമ്മളിതുപോലെ അറിയുന്നുണ്ടോ? ഇതൊക്കെ അറിയണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ.